കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്ക് ഏറ്റവും വിലപ്പെട്ട സ്വത്ത് കൈ പിടിച്ചെന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കിടയിലുള്ള സ്നേഹത്തിന് ഒരു പണത്തൂക്കം കുറവുണ്ടായതായി സാറിന് തോന്നുന്നുണ്ടോ? അതെ, അമ്മാവന് അമ്പലത്തിൽ പോയി. ഇങ്ങനെ കുറച്ച് നിമിഷങ്ങളിൽ നമുക്ക് കിട്ടൂ പ്രേമിക്കാൻ. തർക്കിച്ച് സമയം കളയണ്ട, ദാ ചായ കുടിക്കുക. അല്ല, അമ്മാവൻ അമ്പലത്തിൽ പോയില്ലേ? അതിന് എനിക്ക് പണ്ടേ ദൈവവിശ്വാസം തീരെ കുറവാണെന്ന് നിനക്കറിയാലോ. കുടിക്കാൻ എന്തേലും എടുത്തോണ്ടോ? ചായ എടുക്കാം. അത് വേണ്ട, ചുക്ക് കാപ്പി മതി. തൊണ്ടയ്ക്ക് ഒരു കിറുകിറുപ്പ്. പത്രത്തിൽ എന്തുണ്ടടാ വിശേഷം? നിരന്തരം പിന്നാലെ നടന്ന് ശല്യം ചെയ്ത അമ്മാവനെ മരുമകൻ ഒലക്ക കൊണ്ട് അടിച്ചു കൊന്നെന്ന്. അങ്ങനെയൊക്കെ പത്രത്തിൽ വരുമോ? ആ
അവര് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ വേണം നമുക്ക് വെയിറ്റ് ചെയ്യാൻ. ഇവിടെയാണെന്ന് തീർച്ചയാണോ മോളെ? ഇത് നിത്യപൂജ ഇല്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട അമ്പല. അറിയാം ശാന്തേച്ചി. പക്ഷെ ദാ കണ്ടില്ലേ, സത്യാമ്മ ചിലരെയൊക്കെ അമ്പലം തുറക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ വേണം ശാലിനി അഗ്നിപരീക്ഷ നടത്തി വിജയിക്കാൻ. എനിക്കാകെ ഭയമാവുന്നു. ഇതൊക്കെ കുഴപ്പമാവുന്ന തോന്നുന്നത്. ഒരു കുഴപ്പമുണ്ടാവില്ല ശാന്തേച്ചി. ദേ, ആ ശ്രീകോവിലിരിക്കുന്ന ശക്തിയുണ്ട് എന്റെ കൂടെ. പിന്നെ ആരെ പേടിക്കാനാ ഞാൻ? ആ പിന്നെ ഒരു കാര്യം, ഇവിടെ എന്ത് നടന്നാലും അത് പുറത്താരും അറിയരുത്. എന്റെ അമ്മയോ വിഷ്ണുവേട്ടനോ ആരും. ശാന്തേച്ചി, ആ കാര്യത്തിൽ വേണം എന്നെ സഹായിക്കാൻ. ഏറ്റുമോളെ, ഞാനായിട്ട് ആരോടും പറയില്ല. വിശ്വസിക്കാം. യന്ത്രസാമഗ്രികളൊന്നും ക്ഷേത്രത്തിനുള്ളിൽ വേണ്ട. ഫോണും മറ്റും പുറത്തു വച്ചിട്ട് വേണം അകത്തേക്ക് വരാൻ. സുസ്മിതേ, കാറ് വെച്ചേക്ക്. കുട്ടി, ഇത് അവിടെ എവിടെയെങ്കിലും വച്ചേക്കൂ. ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു പുല്ലോ പൂവോ മോഷ്ടിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ശാന്തേച്ചി, ആ കുട്ടി വന്നോളൂ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദീകരിച്ചു തരാം.
കുടിക്കൂ കുഞ്ഞെ. എത്ര നേരം എന്തെങ്കിലും കഴിച്ചിട്ട്? വാങ്ങിക്കുമോളെ. ദാ നീ ഒന്ന് സമാധാനിക്കുമോളെ, ഇങ്ങനെ മനസ്സുരുക്കാതെ. കാളിക്ഷേത്രത്തിൽ എന്താ നടക്കുന്നതെന്നറിയാതെ ഇങ്ങനെ സമാധാനിക്കു വെച്ച. അശുഭമായതൊന്നും സംഭവിക്കില്ല. ശാലിനി സത്യത്തിന് വേണ്ടിയാ നിൽക്കുന്നതെന്ന് ദേവിക്കും അറിയാലോ. അമ്മ എന്ത് കാര്യത്തിന് ശാലിനിക്ക് സത്യപരീക്ഷ നടത്തുന്നതെന്ന് അറിയില്ലല്ലോ അച്ഛ. ഗർഭിണിയാണോ എന്ന് സത്യപരീക്ഷ നടത്തണമെന്ന് പറഞ്ഞ ശാലിനി വേണ്ടെന്ന് പറയോ? അങ്ങനെ ദേവിക്ക് മുന്നിൽ കള്ളസത്യം ചെയ്ത ക്ഷേത്രവളപ്പ് വിട്ട് പോയില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? രക്തം ഛർദിച്ചോ, കുഴഞ്ഞു വീണോ? ഈശ്വര, എന്താ മോളെ? കുഞ്ഞിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതെ. ഈ സമയത്ത് ഇതൊന്നും ശരിയല്ല. തെറ്റ് ചെയ്തത് ഞാനല്ലേ, അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയാ. ശാലിനി വിട്ടേക്ക്, ഞാൻ അനുഭവിച്ചോളാം ശിക്ഷ. മോളെ, മോളെ, എന്താ മോളെ? കുഞ്ഞെ പെട്ടെന്നൊരു വേദന സഹിക്കാൻ പറ്റുന്നില്ല. പൊന്നി, മോളെ അകത്തോണ്ട് കിടത്ത്. വാ മോളെ. പതുക്കെ. അയ്യോ മോളെ. പ്രീതി കുഞ്ഞെ, നല്ല വേദനയുണ്ടോ കുഞ്ഞെ? മോളെ, എന്റെയും പൊന്നി. പ്രീതി കുഞ്ഞെ. മോളെ പ്രീതി, മോളെ പൊന്നി, നീ എന്റെ ഫോണിൽ എടുത്തേ. ഫോണിൽ എടുത്തേ വേഗം. മോളെ, മോൾക്കൊന്നുമില്ല, ഒന്നുമില്ല. പേടിക്കാൻ ഒന്നുമില്ല. സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ഇപ്പൊ വരും കുഞ്ഞെ. സഹിക്കാൻ പറ്റുന്നില്ല പൊന്നി. ഡോക്ടർ, ഞാൻ രാഘവൻ നായരാ. പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. പ്രീതിക്ക് അല്ല ഡോക്ടർ, അല്ല പ്രീതിക്ക് തീരെ സുഖമില്ല ഡോക്ടർ. എന്തായി സാർ? ഇതധികം വെച്ചോണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ വരില്ല പൊന്നി. അവർ പാലായില്ല, കുടുംബ വീട്ടില. എന്തെങ്കിലും ചെയ്യണം സാർ. വെച്ചോണ്ടിരുന്ന അമ്മയുടെയും കുഞ്ഞിന്റെ ജീവൻ ആപത്താ. ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാൽ ആരെയാ? ഇവിടെ ആരും ഇല്ല താനും, ഡ്രൈവർ പോലും. ശാലിനി കുഞ്ഞിനെ വിളിക്കണം സാർ. അതെ അതെ, ശാലിനെ തന്നെ വിളിക്കാം. അവൾക്ക് എന്തായാലും ചെയ്യാനാവും. പറ്റുന്നില്ല. സാരമില്ല കുഞ്ഞെ. അച്ഛാ, മോളൊന്ന് സമാധാനപ്പെടും. മോളെ, എന്തായി സാർ? ശാലിനി ഫോൺ എടുക്കുന്നില്ല പൊന്നി. അല്ല, നമുക്ക് പെയിൻ കില്ലർ എന്തെങ്കിലും കൊടുത്താലോ? ഈ അവസ്ഥയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല സാർ. എന്ത് കൊടുത്താലും ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം. എന്താ സംഭവം നമുക്കറിയില്ലല്ലോ സാർ. ശാലിനി കുഞ്ഞിനെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. മോളെ, ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യ്. എനിക്ക് പറ്റുന്നില്ല.
സർ, അർജുൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കണം. വിളിക്കാം. ഞാനത് മറന്നിരിക്കുമായിരുന്നു. കുഞ്ഞി, കരയാതെ കുഞ്ഞെ, നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ പോകാം. എന്തായി സർ? ഇല്ല, ഔട്ട് ഓഫ് റേഞ്ചാ. എങ്കിൽ ശാലിനി കുഞ്ഞിനെ തന്നെ ഒന്നുകൂടെ വിളിച്ചു നോക്കണം. ബെല്ലടിക്കുന്നുണ്ടല്ലോ, എടുക്കാതിരിക്കില്ല. മഹാമായെ സത്യപരീക്ഷ നടത്താനുള്ള ബലവും ശക്തിയും തന്ന് അനുഗ്രഹിക്കണേ. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങാം. കുട്ടി കാൽമുട്ടുകളിൽ നടന്ന് 7 വട്ടം ശ്രീകോവിലിനെ പ്രദക്ഷിണം ചെയ്യണം. കത്തിച്ച കർപ്പൂരം കൈവെള്ളയിൽ ഉണ്ടാവണം. അതണയാതെ വേണം പ്രദക്ഷിണം പൂർത്തിയാക്കാൻ. 7 വട്ടം പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് വിശ്രമം ഉണ്ടാവില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കി ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചെഴുന്നേറ്റാൽ കുട്ടി സത്യപരീക്ഷയിൽ വിജയിച്ചു. ഇവളെ കൊണ്ടത് പറ്റില്ല. കാരണം പറയുന്നത് കള്ളമല്ലേ. എന്നാ തുടങ്ങിക്കോളൂ. ആദ്യം ദേവിയെ പ്രാർത്ഥിക്കുക. കള്ളം പറഞ്ഞ നീ ഈ നടയിൽ രക്തം ഛർദിച്ച് പിടഞ്ഞു വീണ് ചാവുന്നത് എനിക്ക് കാണണോടി. ദേവി, പറയുന്നത് കള്ളമാവാതിരിക്കാനുള്ള വരം തരണം എനിക്ക്. അർജുനേട്ടന്റെയും പ്രീതയുടെയും കുഞ്ഞിന് ഒരാപത്തും വരാതിരിക്കാൻ നീ തന്നെ തുണയാവണം. ഒരു നിമിഷം. വിഷ്ണുവേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഇവൾ ഇതും പറഞ്ഞു കൊടുത്തോ? എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? സ്ഥലവും സമയവും പറഞ്ഞു തന്നവള് സംഗതി എന്താന്ന് കൂടി പറഞ്ഞു തന്നില്ലേ? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ഊഹം വെച്ച് വന്നാ. അങ്ങനെ ഊഹിച്ചെടുത്ത് ഈ സമയത്ത് തന്നെ കാടിനുള്ളിലെ ഈ അമ്പലത്തിൽ വരണമെങ്കിൽ മഷിനോട്ടം പരിചയം ഉണ്ടാവണല്ലോ. സുസ്മിത,
നിന്നോട് തർക്കിക്കാൻ വന്നതല്ല ഞാൻ. ഇവിടെ നടക്കുന്നത് എന്താന്ന് എനിക്ക് അറിയണം.